കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നതും ഏറ്റവും കൂടിയ ഉൽപ്പാദനവും വിറ്റുവരവും ഉള്ളതായ കൈത്തറി സഹകരണ സംഘമാണ് വടകരയിലെ ചോമ്പാലിലെ ചിറയിൽ പീടികയിലുള്ള കേരള ഹാൻഡ്ലൂം വീവേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. 1995 രാജ്യത്തെ ഏറ്റവും മികച്ച കൈത്തറി സഹകരണ സംഘത്തിനുള്ള നാഷണൽ അവാർഡും 2018 ഏറ്റവും മികച്ച കൈത്തറി സഹകരണത്തിനുള്ള സംസ്ഥാന അവാർഡും നേടിയ ഈ സംഘം കൈത്തറി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിലും വിൽപ്പനയിലും പേരുകേട്ട സ്ഥാപനമാണ് സാർ. എന്നാൽ കോവിഡിന് ശേഷം കൈത്തറി മേഖലയിലുണ്ടായ മാന്ദ്യം സംഘത്തെ പ്രവർത്തനത്തെ മന്ദീഭവിച്ചിരിക്കുകയാണ്. വിപണിയിലെ കനത്ത വെല്ലുവിളികൾക്കൊപ്പം അപ്പെക്സ് സംഘമായ ഹാൻഡെക്സിൽ നിന്ന് ലഭിക്കാനുള്ള ഭീമമായ കുടിശ്ശിക, സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള റിബേറ്റ് കുടിശ്ശിക, യൂണിഫോം ഉൾപ്പെടെയുള്ള ഇനത്തിൽ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട കൂലി ഉൾപ്പെടെ സമയബന്ധിതമായി ലഭിക്കുന്നില്ല. സർക്കാരിൽ നിന്നും പ്രൊഡക്ഷൻ ഇൻസെന്റീവായി 1 രൂപ പോലും കിട്ടാത്ത സാഹചര്യമുണ്ട് സാർ. റിബേറ്റ് കുടിശ്ശികയിൽ മാത്രം 14,87,360 രൂപ, ഹാൻഡെക്സിൽ നിന്ന് കിട്ടാനുള്ളത് 31 ലക്ഷം രൂപ, യൂണിഫോം ഇനത്തിൽ 2,73,000 രൂപ, പ്രൊഡക്ഷൻ ഇൻസെന്റീവായി 57,82,000 രൂപ ഉൾപ്പെടെ ഏകദേശം 1,06,46,000 രൂപ കുടിശ്ശികയിരിക്കുകയാണ് സാർ. ജില്ലാ ബാങ്കുകൾ കേരള ബാങ്കുകളായി സഹകരിച്ച് മാറിയതോടെ ക്യാഷ് ക്രെഡിറ്റ് സൗകര്യം ലഭിക്കാതായതും സംഘത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനം താറുമാറാക്കിയിരിക്കുകയാണ്. ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലധനം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഉൽപ്പാദനവും വിൽപ്പനയും മന്ദഗതിയിലായിരിക്കുകയാണ് സാർ. നിലവിൽ സംഘത്തിന് തൊഴിലാളികൾക്ക് കൃത്യമായി കൂലി നൽകാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത് സാർ. EPF ഇനത്തിലേക്ക് തവണകൾ അടയ്ക്കാൻ പറ്റാതായതോടെ ഭീമമായ നോട്ടീസുകൾ സംഘത്തിന് മേൽ ചുമത്തപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ജീവനക്കാർക്ക് 6 മാസത്തെ കൂലിക കുടിശ്ശികയുണ്ട്. 10,11,740 രൂപയാണ് കൂലി ഇനത്തിൽ സംഘം തൊഴിലാളികൾക്ക് നൽകാനുള്ള കുടിശ്ശിക സാർ. എന്നാൽ സർക്കാരിൽ നിന്ന് വിവിധ ഇനങ്ങളിലായി സംഘത്തിന് ലഭിക്കാനുള്ള തുക വലിയ തോതിലാണ് സാർ. 80% സ്ത്രീ തൊഴിലാളികൾ മാത്രം ജോലി ചെയ്യുന്ന ഈ സ്ഥാപനം വിധവകളും രോഗികളും അടക്കം നിരാലംബരായ നിരവധി പേരുടെ അത്താണിയാണ് സാർ. ഈ സ്ഥാപനത്തിന് നൽകാനുള്ള കുടിശ്ശികൾ നൽകിയും സംഘത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ നവീകരിച്ചും ആവശ്യമായ പ്രവർത്തന മൂലധനം നൽകിയും സംഘത്തെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. സർ, കൈത്തറി മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനാണ് യൂണിഫോം പദ്ധതി സർക്കാർ നടപ്പിലാക്കിയത് സാർ. പൊതുവെ ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ യൂണിഫോം പദ്ധതി ആരംഭിച്ചത്. അതിലിപ്പോൾ ബഹുമാന്യ അംഗം പറഞ്ഞ കൂലിയിൽ ഒക്ടോബർ വരെയുള്ള കൂലി ഇപ്പോൾ നമ്മൾ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഇനി നവംബർ മുതൽ 6 മാസമല്ല, നവംബർ ഡിസംബർ 2 മാസത്തെ ഇത് ജനുവരി തുടക്കം വരെയുള്ള ആ കൂലി മാത്രമാണ് നൽകാനുള്ളത്. 6,29,625. 6 മാസം ശരിയായിരുന്നു. അതിന് ഒക്ടോബർ വരെയുള്ള നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. 11/10/2025 വരെയുള്ള തുക അനുവദിച്ചിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം ഈ ഹാൻഡെക്സിൻ്റെ കുറേ പ്രതിസന്ധിയുണ്ട്. അത് പരിഹരിക്കുന്നതിനായിട്ടുള്ളൊരു പദ്ധതി ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ സമർപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 15 കോടിക്കുള്ള ഭരണാനുമതി ആദ്യമായിട്ടാണ് ഹാൻഡെക്സിന് അങ്ങനെ ഒരു ഒറ്റ അടിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകമായ റിവൈവൽ പാക്കേജ് ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. 15 കോടി അംഗീകരിച്ചെങ്കിലും ഇപ്പോൾ 2 കോടിയാണ് നമുക്ക് റിലീസ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ആ 2 കോടിയിൽ നിന്ന് 79,081 രൂപയാണ് ഇവിടെ കേരള ഹാൻഡ്ലൂം വീവേഴ്സ് ഇൻഡസ്ട്രീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ളത്. അവിടെ 68 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഇനി 13 കോടി രൂപ ഹാൻഡെക്സിൻ്റെ പാക്കേജിൽ 15-ൽ 2 കഴിഞ്ഞാൽ ബാക്കി 13 അനുവദിക്കുമ്പോൾ ബാക്കി അനുവദിക്കാനുള്ള 16,47,478 രൂപയും അത് കിട്ടുന്ന അപ്പം തന്നെ അങ്ങോട്ട് നൽകുന്നതായിരിക്കും. കേരള ഹാൻഡ്ലൂം വീവേഴ്സ് ഇൻഡസ്ട്രീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉൽപ്പാദിപ്പിച്ച കൈത്തറി വസ്തുക്കൾ വിപണനം നടത്തിയിൽ റിബേറ്റ് ഇനത്തിൽ 4,19,105 രൂപയാണ് നൽകാനുള്ളത്. റിബേറ്റിൽ പൊതുവെ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് പറയുകയുണ്ടായി. 20.45 കോടിയുടെ അപേക്ഷകൾ ഇപ്പോൾ തീർപ്പാക്കൽ പ്രക്രിയ ആരംഭിക്കുകയാണ്. ഇതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു കുടിശ്ശിക നിവാരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് അനുവദിക്കണമെന്നുള്ള ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈത്തറി ഡയറക്ടറേറ്റ് വഴി നടപ്പാക്കി വരുന്ന വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി ഇവിടെ ബഹുമാനിയായ അംഗം ചൂണ്ടിക്കാട്ടിയതുപോലെ കേരള ഹാൻഡ്ലൂം വീവേഴ്സ് ഇൻഡസ്ട്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി നല്ല രീതിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് കുറേ കൂടി മികവുള്ളതാക്കി മാറ്റാൻ ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുന്നതാണ്.